ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അത്ഭുതം എന്താണ് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് പുറത്ത് കൊണ്ടുവരുവാൻ ശ്രമിക്കും നിങ്ങൾ. അതായത് ചില വ്യക്തികൾക്ക് അവരുടെ കഴിവ് എന്താണെന്ന് ചിലപ്പോൾ അറിയത്തില്ല. പക്ഷേ മറ്റൊരാൾ മുഖേനയോ അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും രീതിയിൽ തോന്നിയിട്ടായിരിക്കാം അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചില ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ ഡയറക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർക്ക് മുമ്പിൽ കിട്ടുന്ന ആ ഒരു ഡയറക്ഷൻ എന്താണോ അതുവഴി മുന്നോട്ട് പോകുമ്പോൾ അവിടെ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഡയറക്ഷൻ ഇതല്ല, വേറൊന്നാണ് എന്ന്. അങ്ങനെയും നമ്മുടെ യഥാർത്ഥ ഡയറക്ഷനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഡയറക്ഷൻ എന്താണോ, ശരിയായ ഡയറക്ഷൻ എന്താണോ അവിടെ നിങ്ങൾ എത്തും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചില സമയം നിങ്ങളുടെ കരിയറിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സീറോയുടെ അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് എന്ത് ചെയ്തിട്ടും അതിലൊരു മേൽഗതി ഉണ്ടാവുന്നില്ല, കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, സീറോയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു ഹോപ്പുണ്ട്, ആ ഹോപ്പ് വെച്ച് ആ വ്യക്തി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അതിന് മനസ്സിലാകുന്നത് ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ എന്ന്. പിന്നെ അവർ വീണ്ടും അടുത്ത വഴി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കാത്തത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. പക്ഷേ നിങ്ങൾ എത്ര തകർന്നാലും വീണ്ടും ആ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. എന്തായാലും ഞാൻ വിജയിക്കും എന്നുള്ള രീതിയിൽ വീണ്ടും അടുത്ത രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുക, എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ഹോപ്പ് നിങ്ങൾക്കുണ്ട്. ഇവിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരും. ഒരു വ്യക്തി മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾ മുഖേനയോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ആ ഒരു കഴിവ് പുറത്തു വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് ഓരോ സൈൻ തരും. ഇല്ലെങ്കിൽ നമ്മളെ ആ ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തരും. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല എൻ്റെ വഴി വേറൊന്നാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം തടസ്സങ്ങൾ വരുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ വേറെ വഴി ചൂസ് ചെയ്യും. അപ്പോൾ ആ വഴിയിൽ നമ്മുടെ ഡെസ്റ്റിനിയെ നമ്മളെ കൊണ്ടെത്തിക്കും. ഇവിടെ ഒരു വ്യക്തി മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെൻ്റെ കാര്യമാണല്ലോ ഇവർ പറയുന്നത്. നിങ്ങളുമായിട്ട് കണക്റ്റ് ആകും ആ കാര്യം. അതേപോലെ എന്ത് കാര്യമാണോ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇവിടെ കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ടൊരു സക്സസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ഭാഗ്യം എന്താണോ അതിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഒരു വ്യക്തി മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾ മുഖേനയോ അതിൽ നിങ്ങൾ എത്തും. പല ആൾക്കാരും വിചാരിക്കുന്നത് എനിക്ക് എന്താ കഴിവുള്ളത്, എനിക്ക് ഒരു കഴിവും ഇല്ലല്ലോ, അങ്ങനെയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. ആ കഴിവ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നല്ല ഒരു സ്ഥാനത്ത് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നെയിം ഫെയിം അല്ലെങ്കിൽ പോലും നല്ലൊരു സ്ഥാനത്ത് നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹത്തിനപ്പുറമായിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആരുടെ മുന്നിലും ഒരു ആവശ്യത്തിന് വേണ്ടി കൈ നീട്ടേണ്ട അവസ്ഥ വരരുത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം. അങ്ങനൊരു അവസ്ഥയിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുന്ന കാര്യം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ പറ്റുമെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ മറ്റുള്ളവരോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്നത് അത് നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്താഗതി നല്ലതാണ്. കാരണം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നേച്ചറാണ് നിങ്ങൾ വയ്ക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ്. പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിന് മറ്റുള്ളവരോട് കൈനീട്ടാനും നിങ്ങൾക്ക് മടിയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജീവിതം മുഴുവൻ കരിയർ റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാകും. നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇത്രയും നാൾ എന്ത് ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ടും അതൊന്നും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് മാച്ച് ആവുന്നില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അവസരങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്.
ഇത്രയും കാലം നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ആ ഒരു ഇതിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആർക്കേഞ്ചൽ ഗബ്രിയലിനോട് പ്രാർത്ഥനകൾ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ സ്കിൽസാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറയുക ആർക്കേഞ്ചൽ ഗബ്രിയലിനോട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാൻ എങ്ങോട്ട് പോയ ആളാണ് ഇപ്പോൾ എവിടെ വന്നെത്തിയെന്ന്. കാരണം ആ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങൾ എത്തുന്നതാണ്. ഇവിടെ നമ്മൾ എത്ര തന്നെ വെയിറ്റ് ചെയ്തിട്ടും മോശം ഡയറക്ഷനാണ് ചൂസ് ചെയ്തതെങ്കിൽ നമുക്കൊരിക്കലും അത് സെറ്റ് ആവത്തില്ല. എപ്പോഴെങ്കിലും അതിലൊരു നമുക്ക് ഒരു എന്താ പറയുക, നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ നിങ്ങൾ നോക്കിയോടിക്കുന്ന, അതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ടെൻഷൻ നിങ്ങൾ ഒട്ടും അടിക്കാൻ പാടില്ല. ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് ഭയങ്കരമായ ടെൻഷനുണ്ട് എന്ന്. ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരവുമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മോശം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ കുറച്ച് ഒന്ന് നിങ്ങൾ ശാന്തമാവാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ടൈം വേസ്റ്റായി പോവുകയാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ ആ ഒരു ഡെസ്റ്റിനിയിൽ എത്തുന്നവർ നമ്മൾ എങ്ങനെയെങ്കിലും ബാലൻസായി മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുമോ ലൈഫിൽ അത്രത്തോളം പോസിറ്റിവിറ്റി നമ്മളെ ആകർഷിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം 2 ദിവസമായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഈ കാര്യം നാളെ ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വിചാരിക്കുക. അങ്ങനെ നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആ കാര്യം 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയ കാര്യം ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളെപ്പോഴും ലൈഫിൽ പോസിറ്റീവായിട്ട് ഇരുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി തരുവാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ് അത് തിരിച്ചറിയിക്കാൻ വേണ്ടി സഹായിക്കും. ഇവിടെ നിങ്ങൾ പടികൾ കയറുന്നത് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആ പടി കയറി നിങ്ങളുടെ ആ ഒരു സക്സസ്സിലെത്തുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും, ഞാൻ ആവശ്യമില്ലാതെയാണല്ലോ ടെൻഷൻ അടിച്ചത് എന്ന്. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ബാജ്ര എന്ന് പറയും ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ മില്ലറ്റ് എന്ന് പറയും, മലയാളത്തിൽ കമ്പ് എന്നാണ് പറയുന്നത്. ആ ഒരു ധാന്യമുണ്ട്. ആ ധാന്യം പക്ഷികൾക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അത് പലതരം ധാന്യങ്ങൾ ഉള്ള ഒരു കവറില്ലേ, കുറേ ധാന്യങ്ങൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പൊടിച്ച് കൊടുക്കത്തില്ലേ കുറുക്ക് പോലെ, അതേപോലെ ആ ഒരു ധാന്യത്തിൻ്റെ ഒരു കവറിൽ ഈ ഒരു കാര്യമുണ്ട്. ബാജ്ര എന്നാണ് ഹിന്ദി പറയുന്നത്, ഇംഗ്ലീഷിൽ മില്ലറ്റ് എന്ന് പറയും. അപ്പോൾ അത് ഒന്ന് വാങ്ങിച്ച് പക്ഷികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഈ കരിയറിൽ വരുന്ന വീണ്ടും വീണ്ടും വരുന്ന തടസ്സങ്ങൾ അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ഇത് ഒരു കാര്യത്തിലല്ല, ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുന്നതാണ്. ഈ ഒരു കാര്യം ഇങ്ങനെ നിങ്ങളെ സഹായിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത്. സൂപ്പർ മാർക്കറ്റിൽ ധാന്യങ്ങൾ മാത്രമുള്ള കടകളില്ലേ, അവിടെ എന്തായാലും ഈ ഒരു ധാന്യം ഉണ്ടാകും. നിങ്ങളില്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ബാജ്ര എന്നുള്ള ആ ഒരു ധാന്യം മില്ലറ്റ്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് വാങ്ങിച്ച് ഒന്ന് പക്ഷികൾക്ക് കാക്കകൾക്ക് അത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഗ്രഹങ്ങളുടെ മോശം സ്ഥിതി കാരണവും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കരിയറിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ ഭാഗത്തുനിന്നും മോശമായിട്ടുള്ള ഒരു ഭാവം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വസ്ത്രങ്ങൾ അടുക്കി പറക്കി വയ്ക്കാൻ ശ്രമിക്കുക. വാരി വലിച്ച് എവിടെയെങ്കിലുമൊക്കെ അത് നിങ്ങൾ മാറ്റുക. പിന്നെ നിങ്ങൾ കീറിയ വസ്ത്രങ്ങൾ ചിലപ്പോൾ സൂചിയും നൂലുമിട്ട് തച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ആവശ്യമില്ലാതെ നല്ല കീറിപ്പോയ വസ്ത്രങ്ങൾ അതൊരിക്കലും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെ കീറിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം നമ്മുടെ സ്വന്തം വാല്യൂ നമ്മൾ ചെയ്തില്ല എങ്കിൽ പിന്നെ നമുക്ക് ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാല്യൂ കിട്ടുമോ? നമ്മൾ കീറാത്ത വസ്ത്രങ്ങൾ ഇതൊക്കെ ധരിച്ച് നല്ല വാല്യൂ നമുക്ക് കൊടുത്ത് വേണം പോകാൻ എവിടെ പോകുന്നുണ്ടെങ്കിൽ. അല്ലാതെ കീറി വസ്ത്രങ്ങൾ ധരിച്ചാണോ നമ്മൾ പോകേണ്ടത്? ഒരിക്കലും അല്ല. നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ, കീറാത്തതും നല്ല വൃത്തിയുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചേ പുറത്ത് പോകാൻ പാടുള്ളൂ. ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളോട് പറയുന്നത്, ഈ ഒരു ചെറിയ ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ വലിയ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ചിലപ്പോൾ വലുതായിരിക്കത്തില്ല, വളരെ ചെറിയ പരിഹാരം മതിയായിരിക്കും.
നമ്മളപ്പോൾ ചിന്തിക്കും ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഇതിൽ നിന്നാണോ ഉണ്ടാകാൻ പോകുന്നത്, ഒരിക്കലുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കാത്തടത്താണ് നമ്മുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഒളിഞ്ഞിരിക്കുന്നത്, നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശരിയാക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നത്. പിന്നെ പൈപ്പിൽ കേട് വന്ന പൈപ്പുകൾ, അതായത് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന പൈപ്പ്, അത് നമ്മൾ നേരെയാക്കണം. വീട്ടിൽ വല മാക്സിമം വൃത്തിയാക്കുക, വല അടിച്ച് വയ്ക്കുക, വല ഒരിക്കലും പാടില്ല. പിന്നെ വീട്ടിൻ്റെ അകത്ത് മോശമായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാൻ ശ്രമിക്കുക. വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഉപ്പ് വെള്ളം കൊണ്ട് തറ തുടയ്ക്കുക, അത് നല്ലതാണ്. വീട്ടിനുള്ളിൽ ആ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടി ഉപ്പ് വെള്ളം ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് തറ തുടയ്ക്കുക. ഇല്ല എങ്കിൽ ആ മണം, അതായത് നമുക്ക് ആ വീട്ടിൻ്റെ അകത്ത് സ്മെല്ല് വരുന്നത് മാറ്റാൻ വേണ്ടി മണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വീട്ടിൻ്റെ അകം തുടയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്വയം അറിയത്തില്ല നിങ്ങളുടെ കഴിവ് എന്താണെന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്യാഷ് സമ്പാദിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. മുന്നേയൊക്കെ ക്യാഷ് സമ്പാദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരുന്നതാണ്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ കൈ കാലിയാവുമോ അപ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരാനുള്ള വ്യവസ്ഥ ദൈവം നിങ്ങളുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ധനത്തിൻ്റെ ആ ഒരു കുറവ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ധനത്തിൻ്റെ ആ ഒരു കുറവുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വഴിയിൽ കൂടെ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നതാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ പല ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അവർക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണോ അത് ഇഷ്ടപ്പെടുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തോ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ പൈതൃകമായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്വത്തായിരിക്കാം, ഇല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് സമൃദ്ധി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുകയോ വീട് വാങ്ങിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വസ്തുവിൻ്റെ റേറ്റ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ അസലായിട്ടുള്ള ലൈഫെന്ന് പറയുന്നത് ഒത്തിരി ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് അതായിരിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, എല്ലാ രീതിയിലും നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാകും. സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ളൊരു ലൈഫ് അത് നിങ്ങൾ ജീവിക്കും. ഇവിടെ കുറേ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ, നിങ്ങളുടെ ആ ഒരു കരിയറിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്നാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയും, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ സമയത്ത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലായിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ള ഫോക്കസ് മാത്രം ഉണ്ടായിരിക്കണം. ഇവിടെ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ നോക്കാൻ പോകണ്ട. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് എല്ലാവരും ഒരു വഴി പോകുമെങ്കിൽ നിങ്ങൾ വേറെ വഴിയിൽ കൂടി ആയിരിക്കും പോകുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആളാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും. ഇവിടെ ഒത്തിരി ട്രാവൽ നിങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ മിറാക്കിളിൻ്റെ ആ ഒരു സംഭാവനക്കുള്ളതായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഡനായിട്ടാണ് ഈ മിറാക്കിൾ സംഭവിക്കുന്നത്. നിങ്ങൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചെറിയ ഒരു സ്വപ്നം പോലും നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്നില്ല എങ്കിൽ ആ ഒരു ലക്ഷറി ലൈഫിൽ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ പോലും പൂർണ്ണമാകുന്നതാണ്. അതായത് എന്ത് ചെറിയ സ്വപ്നമായാലും എന്ത് വലിയ സ്വപ്നമായാലും അതെല്ലാം പൂർണ്ണമാകുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ ഇഷ്ടങ്ങളുണ്ട്, നിങ്ങളുടേതായ ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങളും സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മറ്റുള്ളവരുടെ മുഖത്ത് ഏജ് കൂടുമ്പോൾ ഒരു എന്താ പറയുക, വയസ്സായി എന്നുള്ള ആ ഒരു മുഖഭാവമായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങളുടെ കൂടെ അങ്ങനെ ആയിരിക്കത്തില്ല. ഏജ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്കൊരു സുന്ദരമായിട്ടുള്ള ആ ഒരു മുഖഭാവം, തിളക്കം, ഒരു പ്രത്യേക ഗ്ലോ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗന്ദര്യം നിങ്ങളുടെ മുഖത്ത് ഇനി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ചില ആൾക്കാരുടെ മുഖം കാണുമ്പോൾ ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല അവരുടെ ഏജ് ഇതാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരിക്കും നിങ്ങളുടെ ഭാവം കാണുമ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവുക. ഇവിടെ ബേഡ്സിൻ്റെ ആ ഒരു കൂട്ടം എപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത് വരുന്നുണ്ടായിരിക്കാം.
ഇവിടെ ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതി പോലും നിങ്ങൾക്ക് ഫേവറായിട്ട് ആയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുകയാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഗ്രഹത്തിൻ്റെ സ്ഥിതി പോലും നിങ്ങൾക്ക് ഫേവറായിട്ട് വരിക, നിങ്ങൾ ആ സ്റ്റക്ക് സിറ്റുവേഷന് പുറത്ത് വരിക, അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളത് ചെയ്തേ പറ്റത്തുള്ളൂ, പക്ഷേ നിങ്ങളത് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ ആ ഒരു ആ റൊട്ടീൻ ഒന്ന് ചേഞ്ച് ആക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. രാവിലെ എണീക്കുക, ചില ആൾക്കാർക്ക് രാവിലെ എണീക്കുന്നത് ഭയങ്കര മടിയാണ്, താമസിച്ച് എണീക്കത്തുള്ളൂ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ചില ആൾക്കാർക്ക് ഒരു ദിനചര്യ തന്നെ ബോറായി തുടങ്ങി, എന്നാൽ മാറ്റിപ്പിടിക്കുക അതുമില്ല. ഇവിടെ ഈ 2 കാര്യം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്, പക്ഷേ എന്നിട്ടും നിങ്ങൾ അതിൽ ചേഞ്ചസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഒരേ റൊട്ടീനാണ് ഇഷ്ടം, അതായത് താമസിച്ച് എണീക്കുന്ന റൊട്ടീൻ. അതിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സമയം പറയുന്നത് നിങ്ങൾ അതിൽ മാറ്റം കൊണ്ടുവരണമെന്നാണ്. നേരത്തെ രാവിലെ എണീച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ ആ ഒരു ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നെങ്കിൽ യോഗ ചെയ്യുക. നമ്മുടെ ആ ഒരു മൈൻഡ് റിലാക്സ് ആവുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന രാവിലത്തെ സമയമാണ്. അപ്പോൾ രാവിലത്തെ സമയം നമ്മൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല കാമായിരിക്കും, പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് ദൈവം കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൊട്ടീൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ എന്തൊക്കെ നെഗറ്റിവിറ്റിയാണോ ഉണ്ടാവുന്നത്, അതിനോട് നിങ്ങൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്താൽ ആ നെഗറ്റിവിറ്റി നിങ്ങളെ വിട്ട് പോകുന്നതാണ്. കാരണം അങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ വേണ്ടി, അതായത് ഈ റൊട്ടീനൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ നമ്മളത് ഫൈറ്റ് ചെയ്ത് അതിനെ തോൽപ്പിക്കണം. ഇവിടെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. എല്ലാ കോമ്പറ്റീഷനിലും നിങ്ങൾ തന്നെ വിജയിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അപകടങ്ങളെ ഫേസ് ചെയ്യുന്ന എനർജിയാണ്, അല്ലാതെ അപകടങ്ങളെ കണ്ട് പേടിച്ച് മാറി നിൽക്കുന്ന എനർജി അല്ല. സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു മിറാക്കിളിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇനി ഏത് ചലഞ്ചസായി ഇരിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പേടിയും കൂടാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം, അതാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിളല്ല സംഭവിക്കാൻ പോകുന്ന, അനേകം മിറാക്കിൾ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരാൻ പോകുമ്പോഴാണ് പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കളർഫുള്ളായിട്ടുള്ള പല നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾക്ക് കൺമുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഏകാഗ്രത വന്നാൽ പിന്നെ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് പോലും മറന്നു പോകും. അത്രമാത്രം ആഴത്തിൽ ആ ഒരു കാര്യത്തിൽ ഏകാഗ്രമായി ഇരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം നിങ്ങൾക്ക് ഫോക്കസ് നിങ്ങളുടെ ആ ഒരു വക്കിലായിരിക്കും. നിങ്ങളുടെ ആ ഒരു ഫോക്കസ് അങ്ങനെയാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിൽ സക്സസ് ലഭിക്കുന്നവരെ നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കും. അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ സമയത്തിന് എല്ലാം ചെയ്യുക, അങ്ങനൊരു ഇതുണ്ട്. ഒരു സമയം വെറുതെ പാഴാക്കി കളയാൻ പാടില്ല, ഓരോ സമയം ഓരോന്ന് ചെയ്യണം, അങ്ങനെ ഒരിത് നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ദിനചര്യ എന്ന് പറയുന്നത് അത് ഫിക്സാണ്. പക്ഷേ നിങ്ങൾ ഒരു സമയക്രമം നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ന സമയം ഇന്നത് ചെയ്യണം, ഇന്ന സമയം അത് ചെയ്യണം, അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം വരികയും ചെയ്യുന്നു. ഇവിടെ ആരെങ്കിലും നേരെ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ അവരുടെ ആ ഒരു വർത്തമാനം കേൾക്കത്തില്ല, നിങ്ങൾ ആ വർക്കിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അത്രമാത്രം ഒരു ഏകാഗ്രത നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ആർക്കോ ഭയങ്കരമായിട്ടൊരു ഫോക്കസ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിന് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സമയം എന്ത് ശബ്ദം കേട്ടാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അത്രമാത്രം ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ആയിരിക്കും നിങ്ങൾ. അത്രമാത്രം ഒരു ഏകാഗ്രത ഈ കാണുന്ന ആർക്കോ ഉണ്ട് എന്ന് തന്നെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ കരിയറിന് വേണ്ടി ചിന്തിച്ചേക്കുന്നത് അതെല്ലാം പ്രയോറിറ്റിയിൽ വയ്ക്കുക. എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും കൃഷ്ണപ്പരുന്തിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് അത് കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നാൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളൊരു മണി മാഗ്നറ്റായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ഉപദേശപ്രകാരം പല ആൾക്കാരുടെയും ലൈഫിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒന്നും നല്ലത് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ സമയം ഇപ്പോഴാണ് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ് ഇത്രത്തോളം നല്ലതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇത്രത്തോളം നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു ബുദ്ധി നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൽ നിങ്ങൾക്ക് ധനത്തിൻ്റെ ആ ഒരു മഴ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അത്രമാത്രം പൈസയുടെ ലാഭം നിങ്ങളുടെ ആ ഒരു കഴിവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത്ര ദിവസത്തേക്ക് എനിക്കൊരു ജോബ്, ഇത്ര രൂപ എനിക്ക് കിട്ടണം ആ ജോബിൽ, ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഈ രീതിയിൽ വളരണം, അങ്ങനെ എനിക്ക് ലാഭം കിട്ടണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ വലിയ ഒരു രീതിയിൽ നിങ്ങളെ ചിന്തിക്കുന്നില്ല. വളരെ ചെറിയ രീതിയിലാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ വലിയൊരു രീതിയിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ചെറിയ മാറ്റമാണ് വരുന്നത്. വലിയ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് ഇത്ര മാത്രം മതി മാസം തോറും, അത് കിട്ടിയാൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല. സമയം ഒരിക്കലും സന്തുഷ്ടമാകത്തില്ല. നിങ്ങൾ സന്തുഷ്ടമാവുമായിരിക്കും, സമയം സന്തുഷ്ടമാവത്തില്ല. അപ്പോൾ അതിനുവേണ്ടി വലിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അതായത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യണം. കാരണം സമയം പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയുമായിട്ട് മാച്ച് ചെയ്യുന്ന കരിയർ നിങ്ങളുടെ മുന്നിൽ വരികയാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കരിയറിനെ അക്സെപ്റ്റ് ചെയ്ത് ആ കരിയറുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മിറാക്കിൾ, അടുത്ത് സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ, അത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മിറാക്കിളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്ത്. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു പൂജ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ പാർട്ടി എന്തോ ഒരു കാര്യം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു സക്സസ് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവത്തില്ല. അതേപോലെ നിങ്ങൾക്കും ഒരു രീതി ഉണ്ടാകും. ആ രീതിയിൽ നിങ്ങൾ സക്സസ് കൊണ്ടുവരും ലൈഫിൽ. ഒരു വ്യക്തി ഒരു ജോലി 1 മണിക്കൂർ കൊണ്ട് തീർക്കുന്നെങ്കിൽ മറ്റൊരു വ്യക്തി ആ ജോലി അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 12 മിനിറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും തീർക്കുന്നത്. അതാണ് രീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതേപോലെ എന്തോ ഒരു രീതിയുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫ് താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും താമസിച്ചാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ലൈഫിൽ. ഇനി നിങ്ങൾക്ക് പടികൾ കയറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലിഫ്റ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ലൈഫിൽ ഈ രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇവിടെ അത് റിലേറ്റഡ് ആയിട്ടൊരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. 3 ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നിന് പിറകെ 3 ന്യായങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇനി നിങ്ങളെ ആർക്കും കള്ള സ്വഭാവം വെച്ച് ചതിക്കാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ലെഫ്റ്റ് ഐ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടയുന്നതായിട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഐയിൽ നിന്ന് കണ്ണുനീർ വരിക അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മണിയുടെ ഫ്ലോ ഉണ്ടാവാൻ വരാൻ പോകുന്ന സമയം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിലൊരു മണി മാഗ്നറ്റായിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി അബണ്ടൻസിൻ്റെ വഴികൾ ഈശ്വരൻ തുറന്നു തരുന്നതാണ്. ഒത്തിരി സക്സസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.